മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മിന്നും താരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മിന്നും താരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ് കർഷകർ. എന്നാൽ അവരുടെ അധ്വാനവും ദുരിതങ്ങളും പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാറില്ല. കർഷകരുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളും അവർ നേരിടുന്ന വെല്ലുവിളികളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച മണ്ണുസാക്ഷി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ സംവിധായകൻ ഡോൺസ് നടുവിലേക്കൂറ്റ്, പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ജിമ്മി കാണ്ടാവനത്തിൽ, ജിൻസ് നെല്ലമ്പുഴ, സൈജു പുളിങ്ങോം എന്നിവരാണ് ഇന്ന് മണ്ണുസാക്ഷി എന്ന ഷോർട്ട് ഫിലിമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, ഏവർക്കും മിന്നും താരത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. മണ്ണുസാക്ഷി എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ കർഷകരുടെ വികാരങ്ങൾ ഉദ്യോഗസ്ഥരിലേക്കും ജനങ്ങളിലേക്കും ഒരുപോലെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ആശയം ഉണ്ടായത്? ഇതിന് സംവിധായകൻ ഡോൺസ് നടുവിലേക്കൂറ്റാണ് നമ്മോട് മറുപടി പറയുന്നത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ആരംഭമായിരുന്നു മണ്ണുസാക്ഷി സംഭവിച്ചത്. AKCCയുടെ ഗ്ലോബൽ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ മീറ്റിംഗ് നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒന്ന് അവതരിപ്പിക്കണമെന്ന് ഞങ്ങളെല്ലാവരും കൂടുതൽ പേരും ചിറ്റാരിക്കാൽ തോമാവൂർ ഇടവക്കാരാണ്. അപ്പോൾ അങ്ങനെ AKCCയുടെ ഒരു ഗ്ലോബൽ മീറ്റിംഗ് നമ്മുടെ തലശ്ശേരി രൂപതയിൽ അതിരൂപതയിൽ വെച്ച് നടക്കുന്ന സമയത്ത് തോമാവൂരത്തിൻ്റെ ഫോർമാനാധികാരിയായിട്ടുള്ള ഫാദർ ഡോക്ടർ മാണി മേൽവട്ടം അദ്ദേഹമാണ് എന്നെ സമീപിച്ച് പറഞ്ഞത്, നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളൊരു വീഡിയോ പോലെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ഡിസ്കഷൻ ഒരു ദിവസം വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാണ് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ അച്ഛനെ വിളിച്ചു വരുത്തിയത്. അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറേ അധികം പ്ലാനുകൾ വന്നു. ചെറിയൊരു റീൽ ക്രിയേറ്റ് ചെയ്യാൻ ആദ്യം ചിന്തിച്ചു. പിന്നീട് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിലേക്കായി മാറി. അപ്പോൾ തന്നെ അദ്ദേഹം പരിചയമുള്ള കുറച്ച് ഈ കർഷകരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന രീതിയിലുള്ള ആൾക്കാരോട് സംസാരിച്ചു. കൃഷിക്കാരോട് സംസാരിച്ചിട്ടുള്ള അറിവുകൾ വെച്ച് ഞങ്ങൾ കുറച്ച് ഡിസ്കസ് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നിട്ടുണ്ടാക്കിയൊരു സ്റ്റോറിയാണ് മണ്ണുസാക്ഷി ഷോർട്ട് ഫിലിം. അപ്പോൾ അച്ഛൻ എല്ലാവിധ പിന്തുണയും അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വിജയമായി തീരാനുള്ള എല്ലാ സാധ്യതയുണ്ട്, അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മണ്ണുസാക്ഷി ആരംഭിക്കുന്നത്. ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച പ്രധാന സന്ദേശം എന്തായിരുന്നു? അത് പറയുമ്പോൾ ശരിക്കും ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. അവിടെ നിങ്ങൾ സംസാരിച്ചപ്പോൾ തോന്നിയ കുറേ AKCCയുടെ ഗ്ലോബൽ മീറ്റിങ്ങിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒന്ന് കർഷകരുടെ വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ മലയോര മേഖലയിലുള്ളവരായതുകൊണ്ടും കൂടുതൽ പേരും കർഷകരാണ്. ഞങ്ങളെല്ലാം കൃഷിക്കാരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാം ബേസിക്കലി കൃഷിക്കാരാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു വിഷയമാണ് ചർച്ച ചെയ്യേണ്ടത്. മാത്രമല്ല മാണിയച്ചൻ കൃഷിക്കാരെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന, അവർ വളരെയധികം മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ അത് സാധാരണ രീതിയിൽ സ്ഥിരം പറയുന്ന രീതിയിലാവാൻ പാടില്ല, കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ വേണമെന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഒരു കൃഷി ഓഫീസറെ വളരെ യാദൃശ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന 4 കൃഷിക്കാർ ഇങ്ങനെ ടോപ്പിക്കിലേക്ക് എത്തി. അപ്പോൾ കൃഷിക്കാർക്ക് പറയാൻ പറ്റുന്ന കാര്യം, അതിപ്പോൾ രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിന് മുമ്പിലോ ഒക്കെ അവതരിപ്പിക്കുന്നത് നല്ലത് ഇത് നടത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒരു അതോറിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണെന്ന് തോന്നി. അപ്പം അങ്ങനെ വന്നിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച ചില ആശയങ്ങൾ, അത് ഒരുപക്ഷെ ഷോർട്ട് ഫിലിം കണ്ടവർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. വളരെയധികം പ്രശംസ അറിയിച്ച ഏതാനും ചില പോയിന്റുകൾ അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ പ്രധാനമായിട്ട് മുമ്പോട്ട് വെച്ചത് കൃഷി ഒരു ഗവൺമെൻറ് ജോലി പോലെ, അതായത് എല്ലാവിധ സംരക്ഷണവും കിട്ടുന്ന രീതിയിൽ, പെൻഷൻ അടക്കം കിട്ടുന്ന രീതിയിലാക്കി മാറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിന്റ് മുമ്പോട്ട് വെച്ചത്. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് കൃത്യമായിട്ടുള്ള സംരക്ഷണം, പിന്നെ അവരുടെ സ്ഥലങ്ങൾക്ക് കൃത്യമായിട്ടുള്ള താങ്ങുവില, അവരുടെ പ്രൊഡക്റ്റിനുള്ള താങ്ങുവില, ഈ രീതിയിലെല്ലാം കൃത്യമായിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരു വൈറ്റ് കോളർ ജോബിന് കിട്ടുന്ന അംഗീകാരം എങ്ങനെയാണോ അങ്ങനെ ഒരു അംഗീകാരം കൃഷിക്കാർക്കും കിട്ടണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആശയം. അങ്ങനെ ഒരു ആശയത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുവാണെങ്കിൽ കൂടുതൽ യുവാക്കൾ ഈ കൃഷി എന്നൊരു മേഖല തിരഞ്ഞെടുക്കുകയും അവർക്ക് അതുവഴി നല്ല രീതിയിലുള്ളൊരു ജീവിതം, നല്ലൊരു ഹൈ ലൈഫ് സ്റ്റൈല് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. കർഷകരുടെ ഏത് പ്രശ്നമാണ് ചിത്രത്തിൽ കൂടുതൽ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മോട് പറയുന്നത് പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ ജിൻസ് നെല്ലമ്പുഴ. ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഡയലോഗായിട്ടും കഥാപാത്രങ്ങളായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ശരിക്കും മലയോര കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് കാട്ടുമൃഗങ്ങളുടെ ഒരു ശല്യം, കാട്ടുപന്നി, അതേപോലെ കുരങ്ങ്, മയിലിൻ്റെയൊക്കെ ശല്യം ചില മേഖലകളിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ അതിനകത്ത് കറക്റ്റായിട്ട് ഡയലോഗായിട്ട് അതിനകത്ത് എൻ്റെ സ്ക്രിപ്റ്റിൽ വരുത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമങ്ങളിലും ഹിൽ ഏരിയയിലൊക്കെയുള്ള ഈ സ്ഥലത്തിൻ്റെ ഫെയർ വാല്യൂകൾ അതിലൊരു വലിയ വേരിയേഷൻ ഉണ്ട്. അപ്പം ടൗണിലുള്ള അതേ ഫെയർ വാല്യൂവിന് നമുക്കൊരിക്കലും മലയോര മേഖലയിലൊന്നും അല്ലെങ്കിൽ മല പ്രദേശത്തൊന്നും നമുക്ക് സ്ഥലം വയ്ക്കാൻ സാധിക്കുകയില്ല. അതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് നമ്മളതൊരു അതിൻ്റെ ഇതിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളായിട്ടാണ്. സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഫെയർ വാല്യൂൻ്റെ. അതൊക്കെ മനോഹരമായിട്ട് അതിനകത്ത് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്നതിന് മുമ്പ് കർഷകരുമായി നേരിട്ട് സംസാരിച്ചിരുന്നോ? അവരുടെ അനുഭവങ്ങൾ എത്രത്തോളം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ചിത്രത്തിൽ? ഇതിന് മറുപടി പറയുന്നത് സംവിധായകൻ ഡോൺസ് നടുവിലേക്കൂറ്റാണ്. ഞങ്ങൾ മലയോര മേഖലക്കാരായതുകൊണ്ട് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃഷിയിലൊന്ന് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ കൃഷിക്കാരുടെ ജീവിതം വളരെ അടുത്ത് നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്കും പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ട്, ഒരുപക്ഷെ ഒരു നല്ല ഭരണാധികാരി അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൃഷി എന്നുള്ളത് ഒരു സൈനികർ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരെ പോലെയോ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞരെ പോലെയോ കൃഷിക്കാരെയും ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. കാരണം ഒരു രാജ്യം വളർത്തിയെടുക്കുന്നത് ഈ 3 മേഖലയിലുള്ളവരാണെന്നാണ്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ ഈ 3 മേഖലയിലുള്ളതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അങ്ങനെ ഒരു ആനുകൂല്യങ്ങൾ, എല്ലാ മേഖലയിലുള്ള ആനുകൂല്യങ്ങൾ, യാത്രയിലുള്ള ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ ബാക്കി ഭക്ഷണ കാര്യങ്ങളിലുള്ള ആനുകൂല്യങ്ങൾ, ഇതെല്ലാം പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു ഉയർന്ന ജോലിയിലിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ബഹുമാനം, ഇത്തരം കാര്യങ്ങളൊക്കെ കർഷകർക്ക് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും സാധ്യതയുള്ളൊരു ജോലിയാണ് കൃഷി എന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും സാധ്യത, ഏറ്റവും ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന. എന്നാൽ ഇന്ന് തന്നെ നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട്, ജോലി വിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പശു ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വളരെയധികം ആഗ്രഹത്തോടെ ഇറങ്ങുന്നുണ്ട്. കഴിവുള്ള ആൾക്കാരുണ്ട്, അതിനുള്ളൊരു പാരമ്പര്യം നമുക്കുണ്ട്. പക്ഷേ ആ പാരമ്പര്യത്തെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാണിയച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യ ഭാഗത്ത് തന്നെ ഒരു പ്രൊഫസറുമായിട്ടാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്നത്. ഡോക്ടർ സജിമോൻ എന്ന് പറഞ്ഞൊരു പ്രൊഫസറുമായിട്ടാണ് ഞങ്ങൾ ആദ്യം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഫീൽഡിലൊക്കെ വളരെയധികം അറിവുള്ള ആളാണ്. അദ്ദേഹം കുറേ അധികം പോയിന്റുകൾ പറഞ്ഞു തന്നു. ആ ഒരു പോയിന്റുകളെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്തു. പിന്നീട് അവിടെയുള്ള കർഷകരോട് ഞാൻ പലപ്പോഴായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള കർഷകരോടും എൻ്റെ ബന്ധുക്കളായിട്ടുള്ള കർഷകരോടൊക്കെ ഞാൻ സംസാരിച്ച് നോക്കി. അപ്പോൾ അവരൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറേ കാഴ്ചപ്പാടുകൾ പറയുന്നുണ്ട്, അവരുടേതായിട്ടുള്ള കുറേ ആഗ്രഹങ്ങൾ പറയുന്നുണ്ട്. അതവർക്ക് ആ ലിമിറ്റേഷൻ നിന്നുകൊണ്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ ഒരു സിനിമയായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിനെ ഏറ്റവും ഹൈ ലെവലിൽ എങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കൃഷി എന്നുള്ളൊരു ഗവൺമെൻറ് ജോബ് പോലെ, ഗവൺമെൻറ് ജോബ് ആക്കി മാറ്റാൻ പറ്റില്ല, ഗവൺമെൻറ് ജോബ് പോലെ കൃത്യമായിട്ട് സ്ഥലം ഏറ്റെടുത്ത് അവിടെ കൃഷിക്കാർക്ക് കൃത്യമായിട്ട് ജോലി കൊടുത്ത് അതിന് കൃത്യമായിട്ടുള്ള ശമ്പളം വരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് കൃഷി മാറണമെന്നുള്ളത്. തീർച്ചയായിട്ടും അത് ശ്രമിച്ചാൽ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിന് കുറച്ച് ധൈര്യവും കുറച്ചധികം കാഴ്ചപ്പാടുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അറിവുള്ള ആൾക്കാരോടും അതുപോലെ തന്നെ ഈ കൃഷിയെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന കൃഷിക്കാരോടും എല്ലാം സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണ സമയത്ത് നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഞാൻ ഇതിന് സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു, തിരക്കഥ എഴുതാൻ തീരുമാനിച്ചു, അച്ഛൻ അതിൻ്റെ ബാക്കി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാൻ തീരുമാനിച്ചു. ഇവിടെ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആൾ, എഡിറ്റിങ്, പിന്നെ അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ്, ബാക്കിയുള്ള മിക്സിങ് കാര്യങ്ങളെല്ലാം. അപ്പം ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ സിനിമ വരെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റുഡിയോ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു ആ കാലത്ത്. ഇപ്പോഴും ഉണ്ട്, ഏറ്റവും ഫുൾ ഫ്ലെഡ്ജ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റുഡിയോ ഉള്ളത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. അത് സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ പറഞ്ഞ ക്യാമറ, എഡിറ്റിങ്, സൗണ്ട് മിക്സിങ്, ഇങ്ങനെ എല്ലാം ഞങ്ങളുടെ ഈ സിനിമയുടെ മൊത്തം ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്ത ജസ്റ്റിൻ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. വേൾഡ് ഓഫ് മ്യൂസിക് ആൻഡ് സിനിമ എന്ന സ്റ്റുഡിയോ, ആ സ്റ്റുഡിയോ ആണ് ശരിക്കും ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായി മാറിയത്. അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യാൻ അറിയാം. ഏറ്റവും ഹൈ ക്വാളിറ്റിയിലുള്ള, നിങ്ങൾ ഒരു പക്ഷേ ഷോർട്ട് ഫിലിം കണ്ടാൽ മനസ്സിലാവും, ഏറ്റവും ഹൈ ക്വാളിറ്റിയിലാണ് അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ജസ്റ്റിൻ തോമസ് ആണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സമാധാനമായി. അദ്ദേഹത്തിനെ എല്ലാം ഏൽപ്പിക്കാൻ സാധിച്ചു. അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ, അല്ലെങ്കിൽ മാത്രമല്ല വളരെ ചെറിയ എക്സ്പെൻസിൽ അത് ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. കാരണം നമുക്ക് ഇടവകയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ രൂപതയിലെ ഇത്രയും വലിയൊരു AKCC മീറ്റിങ്ങിന് വേണ്ടിയുള്ളതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വെല്ലുവിളി ഇതിൻ്റെ ലൊക്കേഷനായിരുന്നു. ഒരു റിസോർട്ട് ആവശ്യമാണ്. റിസോർട്ട് മാത്രമല്ല, ഇത് ഷോർട്ട് ഫിലിം കണ്ടാൽ മനസ്സിലാവും, ഒരു റിസോർട്ട്, അതുപോലെ തന്നെ ഒരു വിജനമായൊരു പ്രദേശം, പിന്നെ അങ്ങനെയുള്ള 1-2 വ്യത്യാസമുള്ള സ്ഥലങ്ങളാണ്, ജിയോഗ്രഫിയിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളൊക്കെ ആവശ്യമുള്ളത്. അങ്ങനെ ജസ്റ്റിൻ്റെ സ്റ്റുഡിയോ എനിക്ക് പണ്ടോട്ട് അറിയാം, ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നതാണ് അവിടെ. ഒരു റിസോർട്ട് പോലെ തന്നെയാണ് അദ്ദേഹം അത് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊരു ലൊക്കേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല. എല്ലാം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച എന്തൊക്കെയോ, സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെല്ലുവിളി വെല്ലുവിളി നേരിട്ടില്ല, അത് ദൈവം കൃത്യമായിട്ടെല്ലാം കൊണ്ടും തന്നു എന്നുള്ളതാണ് അതിൻ്റെ അത് മനസ്സിലാക്കേണ്ട കാര്യം. അങ്ങനെ ആ സ്റ്റുഡിയോയുടെ കാര്യങ്ങളെല്ലാം, അതായത് റിസോർട്ടിൻ്റെ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ വിജനമായ പ്രദേശമായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡിയോയ്ക്ക് അടുത്ത് തന്നെ അതിന് പറ്റിയ രീതിയിൽ
ജിയോഗ്രഫിക്കലി ഇച്ചിരി വ്യത്യാസമുള്ള രീതിയിൽ തൊട്ടടുത്ത് തന്നെ സ്ഥലമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. അങ്ങനെയുള്ള വെല്ലുവിളികളെല്ലാം ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ടെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് പോയി. അതുകൊണ്ട് ഭയങ്കര വലിയ വെല്ലുവിളികൾ ഞങ്ങൾ നേരിടേണ്ടി വന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് സമയം, ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്തൊക്കെ കൂടുതൽ സമയം എടുത്തു. ഒരു ദിവസം കൊണ്ട് തീർക്കണം ഉദ്ദേശിച്ചത് 2-2.5 ദിവസത്തോളം എടുത്തു. പക്ഷേ അത് ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വലിയ വെല്ലുവിളി നേരിട്ടില്ലെങ്കിലും ഞങ്ങൾ ആഗ്രഹിച്ച നേരിടത്തിന് കാരണം ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ മലയോര മേഖലയിൽ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഒക്കെ ഉള്ളത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്താൻ സാധിക്കാത്ത ജസ്റ്റിൻ ചേട്ടനെ ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. ഇന്ന് എത്താൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം ഒരുപാട് അവാർഡുകൾ നേടിയിട്ടുണ്ട് നമ്മുടെ ഷോട്ടിനായിട്ട് ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്ന ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുകയാണ്. ഈ ഷോർട്ട് ഫിലിമിന് കർഷകരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ ലഭിച്ച പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു? ഇതിനുള്ള ഉത്തരം നമ്മോട് പറയുന്നത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിമ്മി കാണ്ടാവനത്തിൽ. ഈ ഷോർട്ട് ഫിലിമായി ബന്ധപ്പെട്ട് കുറേയേറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം എടുത്തത് തന്നെ നമ്മുടെ AKCCയുടെ ഗ്ലോബൽ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് കണ്ണൂർ വെച്ച് നടന്നതാണത്. ഞങ്ങൾക്കത് വലിയൊരു അനുഗ്രഹമായി പോയി. കാരണം വിവിധ മേഖലകളിൽ നിന്ന്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ജനങ്ങൾ, 10,000-കണക്കിന് ജനങ്ങളിൽ കുറേയേറെ ആളുകൾ അവരുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ അവിടെ പങ്കുവച്ചു. ഞങ്ങൾ അവിടെ ഒരു പവലിയൻ, മണ്ണ് സാക്ഷിയുടെ ഒരു പവലിയൻ ഇട്ടിരുന്നു. അത് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും 100 കണക്കിന് ആളുകൾ വന്ന് അവരുടെ പ്രതികരണം അവിടെ അറിയിച്ചിരുന്നു. കാരണം എന്താണ് ജനങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിരുന്നത് ആളുകൾ തങ്ങളുടെ ആവശ്യങ്ങൾ, പ്രതികരണങ്ങൾ ഒരു സെൽഫി വീഡിയോയെ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നുള്ളതാണ്. അത് ശരിക്കും ഒരു തരംഗമായി മാറിയിരുന്നു അവിടെ. ഞങ്ങൾക്ക് 100 കണക്കിന് വീഡിയോസ് ഞങ്ങൾക്ക് അവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റി. അത് പല ആളുകൾ ഞങ്ങളോട് വീണ്ടും വീണ്ടും ചോദിച്ചു, ഞങ്ങൾ എപ്പോഴാണ് അത് ഇട്ടിരിക്കുന്നത്, എവിടെയാണ് ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ പല പ്രാവശ്യം ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞങ്ങളത് ഓരോന്നായിട്ട് ഞങ്ങൾ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വർക്കുകൾ അണിയറേ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പല അനുഭവങ്ങളും അവർ ഞങ്ങളോട് പങ്കുവച്ചു. കാട്ടുപന്നി ശല്യം അല്ലെങ്കിൽ വന്യമൃഗ ശല്യം അങ്ങനെ മാത്രമല്ല, റബ്ബറിൻ്റെയും നെല്ലിൻ്റെ താങ്ങുവില മാത്രമല്ല, ഗോതമ്പിൻ്റെ മാത്രമല്ല, അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അപ്പുറത്തേക്കുള്ള പല ബുദ്ധിമുട്ടുകളും, അവരുടെ അനുഭവങ്ങൾ, ഇനി എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് അവർ അവിടുന്ന് തരാൻ വേണ്ടി സാധിച്ചു. അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത്. നമ്മളൊരു കർഷക കുടുംബത്തിൽ വന്ന് പാലായിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറിയ കർഷക കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാവരും, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും. അപ്പം അവിടുന്ന് വന്ന അതിൻ്റെ ആ മണ്ണിൻ്റെ ഒരു പച്ചപ്പ് അല്ലെങ്കിൽ പച്ചപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെയായിരുന്നു അവിടുന്ന് വന്ന ആളുകളും. പല ഷിമോഗയിൽ നിന്ന് വന്ന ആളുകളുണ്ടായിരുന്നു. അതേപോലെ ഉജ്ര, അതേപോലെയുള്ള പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ, അവരുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു പ്രതികരണമായിരുന്നു അവിടെ നിന്ന് വന്ന ആളുകൾക്ക് കിട്ടിയിരുന്നത്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഈ ചിത്രം നയരൂപീകരണ രംഗത്തിലുള്ളവരിലോ അധികാരികളിലോ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിനുള്ള ഉത്തരം നമ്മോട് പറയുന്നത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജിൻസ് നെല്ലമ്പുഴ. ഞങ്ങളുടെ ഒരു ലക്ഷ്യവും, മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യവും അതുതന്നെയായിരുന്നു. അതിൽ നമ്മൾ മെയിൻ കഥാപാത്രം എന്ന് പറയുന്ന ഒരു കൃഷി ഡയറക്ടറായിട്ടാണ് അതിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ സംവിധായകൻ ഡോൺ സാറ് പറഞ്ഞതുപോലെ കൃഷിക്കാർ നാടിൻ്റെ നട്ടെല്ലാണ്. ഭക്ഷണം ആണ് ഏറ്റവും വലിയ, ഒരു മനുഷ്യൻ്റെ ജീവനെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പം ഗവൺമെൻറ്റുകൾ ശരിക്കും ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠിച്ചെടുത്ത് ഇപ്പം മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും കർഷകർക്കൊരു ഡെഫിനിഷൻ, അല്ലെ ആരാണ് കർഷകർ എന്നുള്ളത് ഇതുവരെ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടില്ല. ഇതിപ്പം 1 ഏക്കർ സ്ഥലമുള്ളവനും 10 ഏക്കർ സ്ഥലമുള്ളവനും എല്ലാവരും കർഷകർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ശരിയായൊരു ഡെഫിനിഷൻ ആദ്യം ഗവൺമെൻറ് അത് ഉണ്ടാക്കണം. അപ്പം അതേപോലെ സംവിധായകൻ അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറുപ്പക്കാരൊന്നും നമ്മുടെ നാടുകളിലില്ല, നമ്മുടെ വീടുകൾ ശുഷ്കമായിരിക്കുന്നു, എല്ലാവരും പുറം രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോവുകയാണ്. അപ്പം നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് അത് ഗവൺമെൻറ്റിൻ്റെ കൂടെ ആവശ്യമാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മളെ കൃഷികളാണ് നമ്മളെ ഏറ്റവും, പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകർ ഏറ്റവും കൂടുതൽ കൃഷിയെ ആശ്രയിച്ചവരാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ വന്ന പുതിയ ഗവൺമെൻറ്റിനൊക്കെ കാർഷിക മേഖലയെക്കുറിച്ച് ചിന്തിക്കാവുന്ന നല്ലൊരു പോയിന്റ് ഞങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട് ഇത് ഗവൺമെൻറ്റിന് മുന്നിലെത്തും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു നയം ഉണ്ടാകുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയൊരു വിഷയം വെച്ചുകൊണ്ട് തന്നെ ഭാവിയിൽ ഫീച്ചർ ഫിലിമോ ഡോക്യുമെൻ്ററിയോ ചെയ്യാൻ പദ്ധതിയുണ്ടോ? ശരിക്കും നമ്മുടെ ഈ മണ്ണ് സാക്ഷി ഷോർട്ട് ഫിലിം അവസാനിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ക്ലൈമാക്സ് ഈ ഷോർട്ട് ഫിലിമിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ക്ലൈമാക്സ് നടക്കേണ്ടത് സമൂഹത്തിലാണ്. അതായത് ഷോർട്ട് ഫിലിം കണ്ടാൽ മനസ്സിലാവും, ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള കൃഷി വകുപ്പ് ഡയറക്ടർ പറയുന്നൊരു കാര്യമുണ്ട്. അവർക്ക് അവസാനം പറഞ്ഞു കൊടുക്കുന്നൊരു ഐഡിയ ഉണ്ട്. നിങ്ങൾ ഒരു കർഷകൻ
1 മിനിറ്റ് വരുന്ന രീതിയിൽ അവരുടെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി വീഡിയോ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ കേരളത്തിലെ കൃഷിക്കാരായിട്ടുള്ള, വേറെ മേഖല വർക്ക് ചെയ്തിട്ട് ചെറിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരല്ല, കൃഷി മെയിൻ തൊഴിലായിട്ട് എടുത്തിട്ടുള്ള കൃഷിക്കാർ അങ്ങനെ 1 മിനിറ്റ് വരുന്ന രീതിയിലുള്ള ഒരു സെൽഫി വീഡിയോ അവരുടെ പ്രശ്നം പറഞ്ഞ് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ കേരളത്തിലെ മുഴുവൻ കൃഷിക്കാരും അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകാൻ പോകുന്ന ഒരു സെൽഫി വീഡിയോ വിപ്ലവം എന്തായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിലെ ഒരു കൃഷിക്കാരനായിട്ടുള്ളൊരു യുവാവ് വീഡിയോ എടുത്ത് തുടങ്ങുകയാണ്. അതിനുശേഷം അതിനകത്തുണ്ടാകുന്ന ബാക്കി 3 കൃഷിക്കാരും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമ്മുടെ ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്. അതായത് ഷോർട്ട് ഫിലിം അവിടെ അവസാനിച്ചിട്ടില്ല. ശരിക്കും ഷോർട്ട് ഫിലിമിൻ്റെ ക്ലൈമാക്സ് ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിമാണിത്. ആ ക്ലൈമാക്സ് നടക്കേണ്ടത് സമൂഹത്തിലാണ്. അപ്പോൾ ഇനിയും നമുക്കൊരു ഇതിൻ്റെ ഒരു തുടർച്ച ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം വളരെ ട്രെൻഡിങ് ആണ് എല്ലാ ഷോർട്ട് ഫിലിമിൻ്റെ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരിക എന്നുള്ളത്. സെക്കൻഡ് പാർട്ട് ശരിക്കും ഞങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് സമൂഹത്തിൽ മുഴുവൻ കൃഷിക്കാരും വീഡിയോ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ക്ലൈമാക്സ്. അങ്ങനെ ഒരു വീഡിയോ, സ്വന്തം വീഡിയോ, എല്ലാവർക്കും ഫേസ്ബുക്ക് ചാനൽ ഇപ്പോൾ ഉണ്ട്. കൊറോണയ്ക്ക് ശേഷം എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. മക്കളുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ആരുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ഒരു സെൽഫി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ്, കൃഷിക്കാർ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരു വീഡിയോ എടുത്ത് ഇട്ട് നോക്കിയോളൂ. അത് വലിയൊരു വിപ്ലവമായി മാറും. കേരളത്തിൽ തുടങ്ങി ഇന്ത്യയിലടക്കം ഇൻ്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു റെവല്യൂഷനായി മാറും ആ സെൽഫി വീഡിയോ വിപ്ലവം. അപ്പം അങ്ങനെ ഒരു ആശയം ഞങ്ങൾ മുമ്പോട്ടിട്ടു. അതിൻ്റെ അവസാനം ഇനി സെക്കൻഡ് പാർട്ട് നടക്കേണ്ടത് സമൂഹത്തിലാണ്. അപ്പോൾ ഇനിയും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ വേറെ റീൽസോ ഇട്ടുകൊണ്ടിരുന്നോണ്ട് ഒരു കാര്യമില്ല. അതിനി ഇടേണ്ടത് ഏറ്റെടുക്കേണ്ട ജനങ്ങളാണ്. വലിയൊരു ആശയമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത്. ശരിക്കും ഈ ഒരു ഷോർട്ട് ഫിലിം നടക്കാൻ തന്നെ കാരണം ഈ ഒരു ആശയമായിരുന്നു. ആദ്യം ഡിസ്കസ് ചെയ്തപ്പോൾ മാണിയച്ചനും അതുപോലെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വന്ന സജീവൻ പ്രൊഫസറിനും അദ്ദേഹത്തിനടക്കം എല്ലാം ഏറ്റവും അധികം ഇമ്പ്രസ് ആയത് ആ ഒരു ആശയമായിരുന്നു. ഒരുപക്ഷെ എൻ്റെ കൂടെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അഭിനേതാക്കളും അതിൻ്റെ ബാക്കി അണിയർ പ്രവർത്തകർക്കെല്ലാം ഏറ്റവും ക്ലിക്കായിട്ടുള്ളത് ആ ഒരു കാഴ്ചപ്പാട്. അതായത് ശരിക്കും അത് ഷോർട്ട് ഫിലിമിൻ്റെ ഇൻ്റർവെല്ലാണ്. ഇനി അതിൻ്റെ ബാക്കി ക്ലൈമാക്സ് നടക്കാൻ പോകുന്നത് സമൂഹത്തിലാണ്. ആ ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ജനങ്ങൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇങ്ങനെയൊരു ചിത്രത്തിൽ അഭിനയിച്ചപ്പോഴുണ്ടായ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് ഉള്ള മറുപടി നമ്മോട് പറയുന്നത് മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലെ സജു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സൈജു പുളിങ്ങോമാണ്. നമസ്കാരം. ഇതിലെ വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സംവിധായകനെ കാണാൻ പറ്റി. ഒരു വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ആ ഡ്രൈവറുടെ സ്പീഡാണ്. വണ്ടിയുടെ എൻജിനിപ്പം 400 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്നതാണെങ്കിലും ഡ്രൈവർ ഒരു 50 കിലോമീറ്ററിലേ ഓടിക്കുന്നുള്ളൂ എങ്കിൽ വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഇതൊരു നല്ലൊരു ടെലിഫിലിമായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം എൻ്റെ സംവിധായകൻ തന്നെയാണ്. വളരെ ടെൻസ്ഡായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് ശേഷം ഉണ്ടായി. അതായത് ഞങ്ങളെല്ലാവരും ഏകദേശം സമപ്രായക്കാരാണ്, തമാശയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ ഷൂട്ടിങ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് ആ സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ കടന്ന് ആ ഷൂട്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖം വളരെ ഗൗരവമായി മാറുകയും കളിയും തമാശയും എല്ലാം മാറ്റി ഒരു കർഷകൻ്റെ ആത്മനൊമ്പരം എന്താണ് അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൽ 99% ആൾക്കാരും പുതുമുഖങ്ങളാണ്, ആദ്യമായിട്ട് ക്യാമറ അഭിമുഖീകരിക്കുന്നവരാണ്. പക്ഷേ അവർ അഭിനേതാക്കളായിട്ടല്ല അതിന് മുമ്പിൽ നിന്നത് എന്നത് ഇത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് തന്നെ ഈ കർഷകരുടെ ദുഃഖങ്ങൾ സ്വന്തം ദുഃഖങ്ങളായി ഏറ്റെടുത്തുകൊണ്ട് വളരെ സീരിയസ് ആയിട്ടാണ് ഒന്നാമത്തെ ദിവസം പകുതിയോടുകൂടി തന്നെ ഈ ഷൂട്ടിങ് പോയത്. അതിനുശേഷം എഡിറ്റിങ്ങിൻ്റെയും ഡബിങ്ങിൻ്റെയും സമയത്തൊക്കെ കർഷകൻ്റെ ദുഃഖത്തിന് എന്താ പറയുക, യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു ഡബ്ബിങ്ങാണ് നടന്നേക്കുന്നത്. ഡബ്ബിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഡബ്ബിംഗ് സ്റ്റുഡിയോ കയറുന്നത്. പക്ഷേ ഒരു കർഷകൻ്റെ വിലാപം എന്താണ്, ദുഃഖം എന്താണ്, അത് കൃത്യമായിട്ട് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യസ്തത എന്ന് പറയുന്നതാണ് സ്വന്തം നാട്ടിൽ വന്ന് സ്വന്തം നാട്ടിൽ കുറേ ആൾക്കാരുടെ കൂടെ ഇരുന്ന് നല്ലൊരു കാര്യം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇത് സാധാരണ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നുവെങ്കിൽ ഞങ്ങളിവിടെ ഇപ്പോൾ വന്ന് നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊരു റിസൾട്ട് ഉണ്ടായി. ഒരുപാട് ആളുകൾ ഇത് കണ്ടു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. സംവിധായകൻ പറഞ്ഞതുപോലെ ഇതൊരു എന്താ പറയുക, ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഇട്ട് നമ്മൾ നിർത്തിയേക്കുകയാണ്. ബാക്കിയുള്ളത് സമൂഹത്തിലാണ് നടക്കേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങിയിട്ട് കുറച്ചു കാലമായി, ഈ ടെലിഫിലിം ഇറങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തതയെന്നും ഞാൻ കരുതുകയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ മിന്നും താരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് മണ്ണ് സാക്ഷി എന്ന ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരുമായി സജി സെബാസ്റ്റ്യൻ നടത്തിയ അഭിമുഖത്തിന്റെ 1ാം ഭാഗമായിരുന്നു. ഈ പരിപാടിയുടെ 2ാം ഭാഗം
അടുത്ത ബുധനാഴ്ച രാത്രി 8 മണിക്കുള്ള മിന്നും താരത്തിൽ.